നാലിൽ തട്ടി കോൺഗ്രസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവശേഷിക്കുന്ന 4 സീറ്റുകളിൽ 3-ൽ തർക്കം രൂക്ഷമാകുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. പ്രശ്നപരിഹാരത്തിനായി വയനാട്ടിൽ ഷാനിമോൾ ഉസ്മാൻ, വടകര വിദ്യാ ബാലകൃഷ്ണൻ, ആലപ്പുഴ ടി സിദ്ദിഖ് എന്ന പുതിയ ഫോർമുലയിൽ നാളെ ചർച്ച നടക്കും. എന്നാൽ ടി സിദ്ദിഖിന് വയനാട് നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എ ഗ്രൂപ്പ്. ഉമ്മൻചാണ്ടി കൂടി പങ്കെടുക്കുന്ന ചർച്ചയ്ക്ക് ശേഷം നാളെ പ്രഖ്യാപനം ഉണ്ടാകും. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വീടും കേരള ഹൌസും കേന്ദ്രീകരിച്ച് ഒരു പകൽ നീണ്ട മാരത്തോൺ ചർച്ചകൾക്ക് ശേഷവും 3 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളിൽ അന്തിമ തീരുമാനമായില്ല. ടെലിഫോൺ ചർച്ചയിൽ ഉമ്മൻചാണ്ടി വയനാട് ടി സിദ്ദിഖിന് നൽകണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നു. വയനാടില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന കടുംപിടുത്തത്തിലാണ് സിദ്ദിഖ്. എന്നാൽ വർഷങ്ങളായി കൈവശം വയ്ക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് ഐ ഗ്രൂപ്പും. ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ പ്രതിസന്ധി ഒഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പുതിയ ഫോർമുലയുമായി നാളെ അന്തിമ ചർച്ച നിശ്ചയിച്ചത്. ഉമ്മൻചാണ്ടി രാവിലെ ഡൽഹിയിലെത്തും. നാളെ ചർച്ചകളുണ്ടാവും, നാളെ ഫൈനലൈസ് ചെയ്യും. ഉമ്മൻചാണ്ടി ചർച്ചകൾ പങ്കെടുക്കുന്നത് ഉമ്മൻചാണ്ടി എല്ലാവരും ഇൻവോൾവ് ചെയ്യിക്കണമല്ലോ. ഇത് എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ട് പ്രോത്സാഹനമല്ലോ. യൂണിലാറ്ററായിട്ട് എടുക്കുന്ന തീരുമാനമല്ല, എല്ലാവരും കലക്റ്റീവായിട്ട് എടുക്കേണ്ട തീരുമാനമാണത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയാകും. മറ്റു മണ്ഡലങ്ങളിൽ തർക്കപരിഹാരത്തിനായി ഉരുത്തിരിഞ്ഞ പുതിയ ഫോർമുല ഇങ്ങനെയാണ്: ടി സിദ്ദിഖ് ആലപ്പുഴ, വടകര വിദ്യാ ബാലകൃഷ്ണൻ, വയനാട് ഷാനിമോൾ ഉസ്മാൻ. ഇതിലൂടെ സാമുദായിക ഗ്രൂപ്പ് സമവാക്യങ്ങളും യുവ വനിതാ പ്രാതിനിധ്യവും ഉറപ്പിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. UDF-ന് RMP പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ വടകരയിൽ സമ്മർദ്ദമുണ്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയെ അറിയിച്ചിട്ടുണ്ട്. വിജയസാധ്യത മാനദണ്ഡമാക്കി തുടങ്ങിയ ചർച്ചകളാണ് ഗ്രൂപ്പ് സമുദായ മാനദണ്ഡങ്ങളിൽ ഉടക്കി നിൽക്കുന്നത്. തർക്കപരിഹാരം നീളുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇടപെടും. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കാസർഗോഡ് DCCയിൽ ഉടലെടുത്ത പ്രശ്നം ഒത്തുതീർപ്പായി. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കം ഇടപെട്ടാണ് പ്രശ്നങ്ങൾ രമ്യതയിലെത്തിച്ചത്. പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാകുമെന്ന് എതിർശബ്ദം ഉയർത്തിയവർ വ്യക്തമാക്കി. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളയാളെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിലും സുബ്ബയ്യ റേയ്ക്ക് സീറ്റ് നിഷേധിച്ചതിലും പ്രതിഷേധിച്ചാണ് DCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ രാജിഭീഷണിയുമായി രംഗത്തെത്തിയത്. DCC പ്രസിഡന്റിനെതിരെ ഉയർത്തിയ ആക്ഷേപങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് ഇവരുടെ നിലപാടുമാറ്റം. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന നേതൃത്വം അതിൽ ഇടപെടുകയും ഞങ്ങളെ നേതാക്കളെയൊക്കെ ഇന്ന് വിളിച്ച് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാം, അതുകൊണ്ട് മുഴുവൻ ആളുകളും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി രംഗത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന സുബ്ബയ്യ റേയുമായി പാർട്ടി നേതാക്കൾ ബന്ധപ്പെട്ടു. പാർട്ടിയുമായി സഹകരിച്ചു പോകണമെന്ന് നേതൃത്വം സുബ്ബയ്യ റേയോട് നിർദ്ദേശിച്ചു. സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാളെ ഉച്ചയോടെ കാസർഗോഡെത്തും. പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി പ്രചരണ രംഗത്ത് മുന്നോട്ടു പോകുമെന്ന് ഉണ്ണിത്താൻ. ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ്. സുബ്ബറായി അവിടെ സീറ്റ് മോഹിച്ചിരുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ചില ആളുകൾ അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിരുന്നു. സ്വാഭാവികമായി പ്രതീക്ഷിച്ച ഒരെണ്ണം കൈവിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു നിരാശ, ആ നിരാശയിൽ നിന്നൊരു പ്രതികരണമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായതോടെ വരും ദിവസങ്ങളിൽ പ്രചരണം സജീവമാക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. ന്യൂസ് 18 കാസർഗോഡ്. കീറാമുട്ടിയായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി M ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഉണ്ണി, വയനാട് സീറ്റിനെ ചൊല്ലിയാണല്ലോ ഇപ്പോൾ നിലവിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ടി സിദ്ദിഖിന് വയനാട് സീറ്റ് വേണമെന്ന് എ ഗ്രൂപ്പ് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ അത് ഐ ഗ്രൂപ്പിന്റെ സീറ്റാണ് എന്ന് അവരും പറയുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്രശ്നപരിഹാരത്തിനാണ് ഡൽഹിയിൽ ചർച്ചകൾ നടക്കുന്നത്? അമിന 4 സീറ്റുകളിൽ ഉണ്ടായിരുന്ന തർക്കം ഇപ്പോൾ 3 സീറ്റുകളിലായി ഒതുങ്ങിയിരിക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആറ്റിങ്ങലിൽ നിന്നും ആലപ്പുഴയിലേക്ക് അടൂർ പ്രകാശിനെ കൊണ്ടുവന്ന് ആലപ്പുഴയിൽ ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കണമോ എന്ന ചർച്ച ഉയർന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാനിന്റെ പേര് ആറ്റിങ്ങലിലേക്ക് പരിഗണിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അത് മാറ്റിവെച്ചിരിക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ വേണോ അല്ല ടി സിദ്ദിഖ് വേണോ എന്ന സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇനിയിപ്പോൾ നാളെ നടക്കുക. പുതിയ ഫോർമുല പ്രകാരം ആലപ്പുഴയിൽ ടി സിദ്ദിഖിന്റെ പേരും ആറ്റിങ്ങലിൽ വയനാട് ഷാനിമോൾ ഉസ്മാന്റെ പേരുമാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒപ്പം വടകരയിൽ വിദ്യാ ബാലകൃഷ്ണന്റെ പേരാണ് സജീവമായി പരിഗണനയിലുള്ളത്. ഈ ഒരു പട്ടിക പ്രകാരമുള്ള ചർച്ചയാണ് നാളെ പ്രധാനമായി നടക്കുക. ഉമ്മൻചാണ്ടി ഇന്ന് ചർച്ചകൾക്ക് ഇല്ലായിരുന്നു. അദ്ദേഹം നാളെ രാവിലെ ഡൽഹിയിൽ എത്തുന്നതോടുകൂടി ഈ ചർച്ച അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളുള്ളത്. എന്നാൽ എ ഗ്രൂപ്പ് വളരെ ശക്തമായി തന്നെ ടി സിദ്ദിഖിനെ വയനാട് നിന്ന് മത്സരിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ പിന്മാറ്റം ഉണ്ടാകുന്ന
തയ്യാറാകുന്നില്ല എങ്കിൽ ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ടുള്ള ഒരു അനുനയം വേണ്ടിവരുമോ? ടി സിദ്ദിഖിന് വയനാട് തന്നെ സീറ്റ് ഉറയ്ക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. നാളെ ചർച്ചകളിൽ ഉമ്മൻചാണ്ടി വളരെ ശക്തമായി തന്നെ ടി സിദ്ദിഖിന്റെ പേര് ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ ഒരുപക്ഷെ ആലപ്പുഴയിൽ തന്നെ മത്സരിക്കേണ്ടി വന്നേക്കും. അതോടൊപ്പം തന്നെ വടകരയിൽ ഇന്നിപ്പോൾ ചർച്ചകളിൽ ഏറ്റവും ഒടുവിൽ ഉയർന്നു കേൾക്കുന്നത് ബിന്ദു കൃഷ്ണയുടെ പേര് കൂടിയാണ്. ബിന്ദു കൃഷ്ണയെ വിളിപ്പിച്ചെങ്കിലും അവർ മത്സരിക്കാൻ താല്പര്യമില്ല എന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി വിദ്യാ ബാലകൃഷ്ണന്റെ പേര് തന്നെ വീണ്ടും സജീവമായി പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. വിദ്യാ ബാലകൃഷ്ണൻ വനിതാ പ്രാതിനിധ്യം ഒപ്പം സാമുദായിക പ്രാതിനിധ്യം എല്ലാം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് ആ പേര് KPCC നേതൃത്വം തന്നെ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഉണി 4 സീറ്റുകളിലായിരുന്നു നിലവിൽ പ്രശ്നമുണ്ടായിരുന്നത്. അതിൽ ഒരു സീറ്റിൽ ആറ്റിങ്ങലിൽ പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു. ഇനി ബാക്കി 3 സീറ്റുകളാണുള്ളത്. ആലപ്പുഴ, വയനാട്, വടകര. ഈ വയനാട്ടിലേക്ക് ടി സിദ്ദിഖ് മത്സരിക്കുകയാണെങ്കിൽ വടകരയിൽ സ്വാഭാവികമായിട്ടും വിദ്യാ ബാലകൃഷ്ണന്റെ പേര് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ വയനാട്ടിലെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പുതിയൊരു സ്ഥാനാർത്ഥിയുടെ പേര് വടകരയിൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത അത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ? അതായത് ഒരു കാരണവശാലും ഐ ഗ്രൂപ്പിന് വയനാട് സീറ്റ് വിട്ടുകൊടുക്കാൻ എ ഗ്രൂപ്പ് തയ്യാറാകുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി 2 തരത്തിലുള്ള സാധ്യതകൾ വരാം. ഒന്നുകിൽ ഷാനിമോൾ ഉസ്മാനെ വയനാട് കൊണ്ടുവരാം, അതല്ല എങ്കിൽ VV പ്രകാശിന്റെ പേരും വളരെ സജീവമായി തന്നെ പരിഗണനയിലുണ്ടായിരുന്നു. ആ 2 പേരുകളിൽ ഒരാളെ അവിടെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ടി സിദ്ദിഖിനെ ഒരുപക്ഷെ വടകരയിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ടി സിദ്ദിഖ് പറയുന്നത് വയനാട് ഒഴിച്ച് മറ്റൊരു മണ്ഡലത്തിലും മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ നിലപാടിന് ഉമ്മൻചാണ്ടിയുടെ ശക്തമായ പിന്തുണയുമുണ്ട്. ഇന്നത്തെ ചർച്ചകളിലൊക്കെ പകൽ മണിക്കൂറുകളോളം നീണ്ട ചർച്ചകളിൽ ഈ വിഷയത്തിൽ തന്നെയാണ് ഉടക്ക് നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയും ടി സിദ്ദിഖും ഒരേ സ്വരത്തിൽ തന്നെ ആ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ ഐ ഗ്രൂപ്പ് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു മാറ്റത്തിന് കൂടി അവസാന ഘട്ടത്തിൽ പരിഗണിച്ചേക്കാം. പക്ഷേ പുതിയ ഫോർമുല ടി സിദ്ദിഖിനെ ആലപ്പുഴയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന് തയ്യാറാകുമോ? ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പ്രശ്നപരിഹാരം ഉണ്ടാകാതെ വന്നാൽ രാഹുൽ ഗാന്ധി ഇടപെട്ടുകൊണ്ട് അവരുടെ ഹൈക്കമാൻഡ് നിർദ്ദേശം നടപ്പാക്കാൻ ആവശ്യപ്പെടുകയായിരിക്കും ചെയ്യുക. ശരി. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവശേഷിക്കുന്ന 4 സീറ്റുകളിൽ 3ലും തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഡൽഹിയിൽ നിന്നും M ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇടഞ്ഞുനിന്ന KV തോമസ് ഹൈക്കമാൻഡ് ഇടപെടലിനെ തുടർന്ന് വെടിനിർത്തി. BJPയിലേക്ക് പോകുന്നത് തന്റെ രാഷ്ട്രീയമല്ലെന്നും കോൺഗ്രസുകാരനായി തുടരുമെന്നും തോമസ് എറണാകുളത്ത് പ്രചാരണത്തിനിറങ്ങും. KV തോമസിന് നിർവഹിക്കാൻ നിരവധി ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ടെന്ന് ഹൈക്കമാൻഡ് ദൂതൻ മുകുൾ വാസ്നിക് പറഞ്ഞു. ഒരിക്കലും ഞാൻ സ്വപ്നം പോലും കാണാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖകരമായ ഒരു ദിവസമാണിത്. കാരണം എന്നോട് ആരും ഒരു ചെറിയ സിഗ്നൽ പോലും എന്നോട് പറഞ്ഞു. സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ പൊട്ടിത്തെറിച്ച KV തോമസ് അല്ലായിരുന്നു ഇന്നലത്തേത് സ്വാഭാവിക വൈകാരിക പ്രകടനം. സീറ്റ് പോയത് കഴിഞ്ഞ വിഷയം. കോൺഗ്രസുകാരനായി തന്നെ തുടരും. എറണാകുളമടക്കം എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനിറങ്ങും. മുൻകാലങ്ങളിൽ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായി ഞാൻ പ്രവർത്തിക്കുന്നു. ഹൈക്കമാൻഡ് ദൂതന്മാരായ മുകുൾ വാസ്നിക്, അഹമ്മദ് പട്ടേൽ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് മഞ്ഞുരുകിയത്. ഹൈബി ജയിച്ചാൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം, UDF കൺവീനർ, AICC സെക്രട്ടറി പദവികളിൽ 1 എന്നീ വാഗ്ദാനങ്ങളാണ് അനുനയത്തിനായി ഹൈക്കമാൻഡ് KV തോമസിന് മുന്നിൽ വച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. We really appreciate his contribution and we look forward for his active participation in the elections which in the next few days we are going to have. KV തോമസിന്റെ സേവനം തുടർന്നും പാർട്ടിക്ക് വേണമെന്ന് മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. രാവിലെ ചെന്നിത്തല ഡൽഹിയിലെ വീട്ടിൽ കാണാനെത്തിയപ്പോൾ പൊട്ടിത്തെറിച്ചായിരുന്നു പ്രതികരണം. ഇപ്പോൾ എന്തിനീ നാടകമെന്ന് ചോദ്യം. ഹൈക്കമാൻഡ് ഇടപെടലിനെ തുടർന്ന് അയഞ്ഞ KV തോമസ് പിന്നീട് വീണ്ടും ചെന്നിത്തലയെ കണ്ടു. M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. കോൺഗ്രസിൽ ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കലാപമാണ് നടക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നേതൃത്വമില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ്. BJPയിലേക്ക് ആളെ ചേർക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയായി കോൺഗ്രസ് മാറി. കൈപ്പത്തി കിട്ടാത്തതുകൊണ്ടാണ് PJ ജോസഫ് ഇപ്പോൾ ഉരുണ്ട് കളിക്കുന്നത്. ജോസഫിന് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന എല്ലാ മതിപ്പും പോയെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് മേൽ മത്സരിക്കാൻ സമ്മർദ്ദമേറി. അമിത്ഷായുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തുഷാർ നിലപാട് അറിയിക്കും. BJP സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ നിർണായക ചർച്ച ഡൽഹിയിൽ തുടരുകയാണ്. K സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായി. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള മത്സരിക്കാനാണ് സാധ്യത. തൃശൂർ BDJSന് തന്നെ നൽകുമെന്നാണ് സൂചന. എറണാകുളം BJPക്ക് നൽകാനും കോഴിക്കോട് BDJS മത്സരിക്കാനും ധാരണയായി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, പുതിയ ധാരണകൾ അത് ഏതൊക്കെ രീതിയിലാണ്?
അമീന, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്നത് സംബന്ധിച്ച ആശങ്കകളായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ അത് ഏതാണ്ട് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അമിത്ഷായുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് എറണാകുളം മണ്ഡലം വിട്ടു നൽകാൻ ഇപ്പോൾ BDJS തയ്യാറായിട്ടുള്ളത്. അതായത് BDJSന്റെ പ്രവർത്തകർ കൂടുതലായി തൃശൂരിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ എറണാകുളം കൂടി ശ്രദ്ധിക്കുവാൻ BDJSന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എറണാകുളം BJPക്ക് വിട്ടു നൽകുകയും പകരം കോഴിക്കോട് BJP BDJSന് നൽകുകയും ചെയ്യും. എറണാകുളത്ത് ഇപ്പോൾ AN രാധാകൃഷ്ണന്റെ പേരാണ് ഉയർന്നു വരുന്നത്. എന്നാൽ അവിടുത്തെ പ്രത്യേക മതസാമുദായിക സംവിധാനങ്ങൾ അനുസരിച്ച് മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി എത്തിയേക്കുമോ എന്ന സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത് പ്രധാനമായും കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിലേക്കും തൃശൂരിലേക്കുമാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ BDJS തന്നെയായിരിക്കും തൃശൂരിൽ മത്സരിക്കുക എന്ന് വ്യക്തമായതോടെ പിന്നീട് അവസരമുള്ളത് പത്തനംതിട്ടയിൽ മാത്രമായിരുന്നു. എന്നാൽ പത്തനംതിട്ടയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ PS ശ്രീധരൻപിള്ള തന്നെയാണ് മത്സരിക്കാൻ സാധ്യതയേറുന്നത്. അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രന് മത്സര പട്ടികയിൽ തന്നെ ഇടം ലഭിക്കാത്ത സാധ്യതയാണ് വരാൻ പോകുന്നത്. അത് RSSനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്ന പശ്ചാത്തലവുമുണ്ട്. കാരണം ശബരിമല വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രക്ഷോഭം നടത്തിയപ്പോൾ BJPയുടെ മുഖമായി മാറിയിട്ടുള്ളത് കെ സുരേന്ദ്രനാണ്. സുരേന്ദ്രന് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വമില്ല എങ്കിൽ അത് വലിയ തോതിൽ സംസ്ഥാനത്ത് ഒട്ടാകെ BJPക്ക് ക്ഷീണം ചെയ്യും എന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. ഈ പ്രതിസന്ധി കൂടി മറികടക്കുക എന്നുള്ളതാണ് BJPക്ക് മുന്നിലെ ഇപ്പോഴത്തെ വെല്ലുവിളി. മറ്റു മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് കൊമ്മൻ രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതാണ്. എന്നാൽ ആറ്റിങ്ങലിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയതോടെ ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അവിടെ PK കൃഷ്ണദാസിന്റെ പേര് പരാമർശിക്കുമ്പോഴും കൃഷ്ണദാസും മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് അല്പസമയം മുമ്പ് BJP ചേർന്ന മുൻ PSC ചെയർമാൻ കൂടിയായ KS രാധാകൃഷ്ണൻ ഒരുപക്ഷെ ആലപ്പുഴയിലോ കൊല്ലത്തോ മത്സരിച്ചേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും ദേശീയ നേതൃത്വമാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു പൊതുവിലയിരുത്തൽ തന്നെയാണ് BJP ദേശീയ നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ കരുത്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശവും കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. എന്നാൽ മുതിർന്ന നേതാക്കൾക്കിടയിലാണ് ഇപ്പോൾ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നത്. PS ശ്രീധരൻപിള്ള, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ഉള്ളവരെ കൂടി പരിഗണിക്കുമോ എന്ന സാധ്യതയും ഇപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അമീന. ഓക്കെ, അഭിലാഷാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്ത്. തുഷാർ മത്സരിക്കേണ്ടെന്ന നിലപാട് വെള്ളാപ്പള്ളി ആവർത്തിച്ചു. അതേസമയം CPI നേതാക്കൾ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തി. മത്സരിക്കാനുള്ള സമ്മർദ്ദം തുഷാർ വെള്ളാപ്പള്ളിയുടെ മേൽ BJP ശക്തമാക്കുമ്പോഴാണ് നിലപാട് ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. തുഷാർ മത്സരിക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. SNDP ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്തുപോയതിനു ശേഷമാകണം മത്സരിക്കുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മത്സരിക്കാതിരിക്കുന്നത് നന്നായിരിക്കും എന്റെ വ്യക്തിപരമായ അഭിപ്രായം. തിരുവനന്തപുരത്തെ CPI സ്ഥാനാർത്ഥി കണിച്ചിക്കുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. ഭക്ഷ്യമന്ത്രി P. തിലോത്തമനൊപ്പമാണ് C. ദിവാകരൻ വെള്ളാപ്പള്ളിയെ കാണാനെത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ കാര്യമായിട്ട് ഇവിടെ വന്ന് തിലോത്തമനെ കാണണമെന്നുണ്ടായിരുന്നു. തിലോത്തമനെ കണ്ടിട്ട് പോണ വഴിക്ക് അദ്ദേഹം കൂടെ കണ്ടുപോകുന്നു. അത്രേ ഉള്ളൂ. കൂടിക്കാഴ്ച സൗഹൃദപരമായിരുന്നുവെന്നും ദിവാകരന്റെ വിജയം ഉറപ്പാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു സമുദായ നേതാവെന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും എന്നോട് ഒന്ന് കാണുക, പറയുക എന്ന ഒരു മര്യാദ കാണിക്കാൻ വേണ്ടി അദ്ദേഹം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂസ് 18 ആലപ്പുഴ. വടകരയിൽ UDFന് നിരുപാധിക പിന്തുണയുമായി RMP. P. ജയരാജൻ LDF സ്ഥാനാർത്ഥിയായി എത്തിയ സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു പറഞ്ഞു. എന്നാൽ RMP എല്ലാ കാലത്തും UDFന്റെ B ടീമാണെന്നാണ് CPMന്റെ പ്രതികരണം. 4 സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പലപ്പോഴായി പറഞ്ഞെങ്കിലും അവസാന നിമിഷമാണ് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് RMP എത്തിയത്. P. ജയരാജനെ തോൽപ്പിക്കാൻ വടകരയിൽ UDFന് പിന്തുണയ്ക്കും. ജയരാജനെതിരെ വീടുകൾ കയറി പ്രചാരണം നടത്തും. UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് ഇപ്പുറത്ത് ജയരാജനാണ് എന്നതുകൊണ്ടാണ്, ഒരു കൊലയാളിയാണ് എന്നതുകൊണ്ടാണ്. അത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള അജണ്ട, ജയരാജനെ തോൽപ്പിക്കുക. അല്ലാതെ അത് UDFനോടുള്ള സമീപനത്തിന്റെ ഔദാര്യം കൊണ്ടല്ല, അവരോടുള്ള സമീപനം മാറിയതുകൊണ്ടല്ല. RMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. P. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അപ്രസക്തമായെന്നും തോൽവി ഉറപ്പാക്കേണ്ട ബാധ്യത RMPക്കുണ്ടെന്നും N. വേണു പറഞ്ഞു. വടകരയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് വടകരയിൽ ജയരാജന്റെ തോൽവി ഉറപ്പുവരുത്താൻ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനും മറ്റു മണ്ഡലങ്ങളിൽ
മറ്റ് മണ്ഡലങ്ങളിൽ അതത് മണ്ഡലം കമ്മിറ്റികൾ ആലോചിച്ച് അവിടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പിന്താങ്ങാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ ഏതാണോ അവർക്ക് വോട്ട് ചെയ്യണം. മറ്റിടങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് മണ്ഡലം കമ്മിറ്റികൾക്ക് തീരുമാനിക്കാം. RMP എല്ലാ കാലത്തും UDFന്റെ ബി ടീമാണെന്ന നിലപാടിലാണ് CPM. RMP UDFന്റെ ഒരു ബി ടീം തന്നെയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും RMP UDFനെയാണ് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ RMP UDFന് എതിരായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാലേ വാർത്തയാവും. UDFന് അനുകൂലമാണ് RMP എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയല്ല, എതിരാണെന്ന് പറഞ്ഞാൽ ഒരു വാർത്തയായിരിക്കും. അപ്പോൾ അതൊരു പുതുമയുള്ള കാര്യമേ അല്ല. രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായാണ് RMP സ്ഥാനാർത്ഥിയെ നിർത്താതെ ഒരു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് 18 വടകര. കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഇടഞ്ഞു നിൽക്കുന്ന പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫിനെ സന്ദർശിച്ചു. തൊടുപുഴയിലെ ജോസഫിന്റെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. തർക്കത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം താളം തെറ്റിയ കോട്ടയത്ത് മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള ജോസഫ് വിഭാഗം നേതാക്കളെ അണിനിരത്തി UDF ജില്ലാ നേതൃസംഗമവും ചേർന്നു. PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കം കോട്ടയത്ത് UDF ക്യാമ്പിൽ വൻ പ്രതിസന്ധിയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. പ്രചരണത്തിൽ ചാഴികാടൻ ഒറ്റയ്ക്കായിരുന്നു. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിച്ചതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും അമർഷമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ UDF നീക്കം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായാണ് PJ ജോസഫിനെ ചാഴികാടൻ വീട്ടിലെത്തി സന്ദർശിച്ചത്. ചാഴികാടനായി കോട്ടയത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും പ്രചരണത്തിനെത്താമെന്ന് ജോസഫ് സ്ഥാനാർത്ഥിക്ക് ഉറപ്പു നൽകി. തന്റെ കൂടെയുള്ളവരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും ജോസഫ് നിർദ്ദേശിച്ചു. കേരള കോൺഗ്രസിലെ മഞ്ഞുരുകിയതായും ജോസഫ് പിന്തുണ നൽകിയെന്നും തോമസ് ചാഴിക്കാടനും പറഞ്ഞു. മഞ്ഞുരുകി എന്ന് മാത്രമല്ല, പൂർണ്ണമായ യോജിപ്പോടുകൂടി ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറ് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജോസഫ് വിഭാഗം നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ച് കോട്ടയത്ത് ജില്ലാ നേതൃയോഗം ചേർന്നു. തർക്കങ്ങൾക്ക് മധ്യസ്ഥനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഈ മാസം 20-ന് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ചേരും. തർക്കങ്ങളെ തുടർന്നുണ്ടാകുന്ന അടിയൊഴുക്കുകൾ തടയാനുള്ള നീക്കങ്ങൾ UDF ക്യാമ്പിൽ സജീവമാണ്. പ്രചരണത്തിനായി ജോസഫ് എത്തിയാലും രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ അമർഷം പ്രതിരോധിക്കാൻ ആകുമോ എന്നതാണ് അറിയാനുള്ളത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവനും NDA സ്ഥാനാർത്ഥി PC തോമസും പ്രചരണത്തിൽ നേരത്തെ തന്നെ സജീവമായത് UDF ക്യാമ്പിനെ അലട്ടുന്നുണ്ട്. ന്യൂസ് 18 കോട്ടയം. തർക്കങ്ങൾക്കൊടുവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും ചൂടുപിടിച്ചു. ഞായറാഴ്ച ആയതിനാൽ പള്ളികളും വീടുകളും കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. സ്ഥാനാർത്ഥികൾ അവരുടെ വിജയപ്രതീക്ഷ ന്യൂസ് 18നുമായി പങ്കുവച്ചു. നേരത്തെ പ്രചാരണം ആരംഭിച്ച LDF സ്ഥാനാർത്ഥികൾക്കൊപ്പം ഓടിയെത്താനുള്ള ശ്രമത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ. ഇന്നലെ രാത്രി പേര് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ മണ്ഡലങ്ങളിൽ സജീവമായി. UDFന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് എറണാകുളത്തെ സ്ഥാനാർത്ഥി ഹൈബി ഈഡനും ചാലക്കുടി തിരിച്ചുപിടിക്കുമെന്ന് ബെന്നി ബെഹനാനും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന തനിക്ക് തൃശൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് TN പ്രതാപിന്റെ പ്രതീക്ഷ. എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്നെ അറിയുന്നവർ തൃശ്ശൂർക്കാരായതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇടുക്കിയിൽ 100% വിജയസാധ്യതയുണ്ടെന്ന് ഡീൻ കുര്യാക്കോസ് അവകാശപ്പെട്ടു. ആധിപത്യ മുന്നണിക്ക് 100% വിജയസാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുൻപിലുള്ളത്. കാരണം ഇവിടെ 2 സർക്കാരുകൾക്കെതിരെയുള്ള വിധിയെഴുത്ത് അത് നിശ്ചയമായിട്ടുണ്ടാവും. അക്രമരാഷ്ട്രീയത്തെ എതിർക്കുന്ന CPMകാർ പോലും തനിക്ക് വോട്ട് ചെയ്യുമെന്ന് അപ്രതീക്ഷിതമായി കാസർഗോഡ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമനില തെറ്റിയിരിക്കുന്നു. ഒരു ചികിത്സ ആവശ്യമാണ്. ആ ചികിത്സ കാസർഗോഡ് നിന്ന് പാർട്ടിക്ക് കിട്ടും. ജില്ലാ നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷം പ്രചാരണ പരിപാടികൾക്ക് അന്തിമ രൂപം തയ്യാറാക്കുകയാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ യോഗം കൂടി പിന്നീടാണ് പ്രചരണ പരിപാടികളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ആലത്തൂർ LDFന്റെ കുത്തക മണ്ഡലമല്ലെന്നും കോൺഗ്രസിന് ജയിക്കാനാവുമെന്നും രമ്യ ഹരിദാസ്. ആലത്തൂർ മണ്ഡലം അങ്ങനെ ഇടത് ഒരു കുത്തകയുള്ള മണ്ഡലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തവണ അത് UDFനോടൊപ്പം അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിലുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ UDFന്റെ പ്രവർത്തകരെല്ലാവരും വളരെയധികം ആവേശത്തിലാണ്. ഇത്തവണ എന്തായിരുന്നാലും ആലത്തൂർ പാർലമെന്റ് UDFനൊപ്പം തന്നെയായിരിക്കും. ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും MK രാഘവനും അടക്കമുള്ള സിറ്റിംഗ് MPമാരും മണ്ഡലങ്ങളിൽ സജീവമാണ്. ചരിത്രം ആവർത്തിക്കും കോഴിക്കോട് 2009, 2014 ആ ചരിത്രം 2019 ആവർത്തിക്കും. കണ്ണൂരിൽ K സുധാകരൻ പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.
മുസ്ലിം ലീഗ് SDPI കൂടിക്കാഴ്ച നടന്നുവെന്ന വാർത്ത വ്യാജമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ്. SDPI നടത്തുന്ന കള്ളപ്രചാരണങ്ങൾ കൊണ്ട് UDFനെ തകർക്കാൻ കഴിയില്ലെന്നും ആര്യാടൻ മലപ്പുറത്ത് പറഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട കോടതി വിധിയുടെ മറവിൽ സർക്കാർ വിശ്വാസികളെ വെല്ലുവിളിച്ചെന്ന് ഉമ്മൻചാണ്ടി. ജനങ്ങളുടെ വികാരം കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിഹാരം ഉണ്ടാക്കണമായിരുന്നു. കൈപ്പൊള്ളുമെന്ന് കണ്ടപ്പോൾ സർക്കാർ നടപടികളിൽ നിന്ന് പിന്മാറിയെന്ന് ഉമ്മൻചാണ്ടി മലപ്പുറത്ത് പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാവുന്നവരെയൊക്കെ പിന്തുണയ്ക്കുമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ജനാധിപത്യപരമായ സർക്കാർ വരണമെന്നാണ് സഭയുടെ താൽപര്യമെന്നും ആലഞ്ചേരി പറഞ്ഞു. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമുക്ക് പിന്തുണയ്ക്കാവുന്നവരെയെല്ലാം പിന്തുണയ്ക്കും. ബംഗാളിൽ കോൺഗ്രസ് CPM സഖ്യമുണ്ടാകില്ല. 42 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലെത്തും. CPM ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് ബംഗാൾ കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിരുന്ന പുരുലിയ, ബാസിർഘട്ട് എന്നീ മണ്ഡലങ്ങളിൽ CPM ഘടകകക്ഷികൾക്ക് കൊടുക്കുകയും ചെയ്തു. നേരത്തെ കോൺഗ്രസ് വിജയിച്ച 4 സീറ്റുകളിലും CPMന്റെ കൈവശമുള്ള 2 സീറ്റുകളിലും പരസ്പരം മത്സരം വേണ്ട എന്ന ധാരണയിൽ ഇരു പാർട്ടികളും എത്തിയിരുന്നു. ഉത്തർപ്രദേശിൽ 7 സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തില്ല. മുലായം സിംഗ് യാദവ് മത്സരിക്കുന്ന മെയിൻപുരി, ഡിംപിൾ യാദവ് മത്സരിക്കുന്ന കനൌജ് എന്നിവയ്ക്ക് പുറമെ BSP അധ്യക്ഷ മായാവതിയും RLD നേതാക്കളായ അജിത് സിംഗും ജയന്ത് ചൌധരിയും മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ഉത്തർപ്രദേശ് PCC അധ്യക്ഷൻ രാജ് ബബ്ബാറാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്ന റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ SP-BSP സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. ന്യൂസിലൻഡിലെ പള്ളികളിൽ നടന്ന വെടിവയ്പിൽ കൊല്ലപ്പെട്ട മലയാളി ആൻസി അലി ബാവയുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമം തുടങ്ങി. 5 ദിവസത്തിനകം മൃതദേഹം നാട്ടിലെത്തിക്കാമെന്നാണ് പ്രതീക്ഷ. കാണാതായ 6 ഇന്ത്യക്കാരിൽ 5 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു.